എല്ലാ വ്യൂവേഴ്സിനും മോട്ടോർ ഇൻഫോടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിരിക്കുന്ന യമഹയുടെ ഹൈബ്രിഡ് വേർഷനിലുള്ള 125cc ഫസീനോ എന്ന സ്കൂട്ടറിനെ കുറിച്ചാണ്. ഈ ഫസീനോയുടെ വീഡിയോ എടുക്കാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തത് നമ്മുടെ നോർത്ത് പറവൂർ പെരുവാരം ജംഗ്ഷനിലുള്ള യമഹയുടെ ഷോറൂമാണ്. അപ്പോൾ അവിടുത്തെ സെയിൽസ് ഇൻചാർജ് മിസ്റ്റർ വിഷ്ണുവിൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും യമഹയുടെ വാഹനങ്ങൾ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും വിഷ്ണുവിനെ കോൺടാക്ട് ചെയ്യുക. വളരെ നല്ല സർവീസാണ്, നല്ല സപ്പോർട്ടാണ്. ഇതായിട്ട് നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന എല്ലാ മെമ്പേഴ്സും ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളൊരു 5000 സബ്സ്ക്രൈബേഴ്സാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്താൽ മാത്രമാണ് എനിക്ക് ഡെയിലി പുതിയ വാഹനങ്ങളുടെ എസ്പെഷ്യലി 2 വീലേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ ആവുള്ളൂ. അപ്പോൾ എന്തായാലും ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കാം. നീട്ടുന്നൊന്നുമില്ല, നമുക്ക് നേരെ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് ഫസീനോ ഹൈബ്രിഡ് മോഡലിൻ്റെ ഏറ്റവും ഫുൾ ഓപ്ഷൻ ഹൈബ്രിഡ് മോഡലിൻ്റെ ലൈറ്റ്സ് വരുന്നത് HID ഹെഡ്ലൈറ്റ്സ് ആണ്. വൈറ്റ് കളർ ലൈറ്റ്സ് ആണ് വരുന്നത്. അത് കൂടാതെ ഹെഡ്ലൈറ്റിന് ചുറ്റും ഒരു ക്രോമിൻ്റെ ബാഡ്ജിങ് കൂടെ വരുന്നുണ്ട്. നമ്പർ പ്ലേറ്റിൻ്റെ താഴെ 3D ടൈപ്പ് യമഹയുടെ ബാഡ്ജിങ് കൂടെ വരുന്നുണ്ട്. ഇതിൻ്റെ ഇൻഡിക്കേറ്റർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വളരെ ലോങ് ആയിട്ടുള്ള ഇൻഡിക്കേറ്ററാണ്. ഇൻഡിക്കേറ്ററും ഒരു പ്രീമിയം ലുക്ക് ഇടാനായിട്ട് ക്രോം ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ഫെൻഡർ, അതായത് മഡ് ഗാർഡ് വരുന്നത് മെറ്റൽ അല്ല, ഫൈബർ ടൈപ്പാണ്. കൂടാതെ വാഹനത്തിൻ്റെ ഫ്രണ്ട് വീല് വരുന്നത് 12 ഇഞ്ച് അലോയ് വീൽസ് ആണ് വരുന്നത്. നമ്മുടെ സേഫ്റ്റിക്കായിട്ട് ട്യൂബ്ലെസ് ടയേഴ്സ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മറ്റൊരു സേഫ്റ്റി ഫീച്ചർ എന്താണെന്ന് പറയുന്നത്, ഇതിന് ഡിസ്ക് ബ്രേക്സ് വരുന്നുണ്ട് വിത്ത് UBS സപ്പോർട്ട്. അതായത് നമ്മൾ ഏതെങ്കിലും ഫ്രണ്ടിലോ ബാക്കിലോ ഏതെങ്കിലും ഒരു സൈഡിൽ ബ്രേക്ക് പിടിച്ചാൽ തന്നെ 2 ബ്രേക്കും ഒരു പ്രപ്പോർഷനലി അപ്ലൈ ആവും. നമ്മൾ ബ്രേക്ക് ചെയ്ത് വാഹനം സ്റ്റോപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഫ്രണ്ട് ടെലസ്കോപ്പിക് സസ്പെൻഷനാണ് വരുന്നത്. അതുകൊണ്ട് ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും. ബമ്പിങ് കുറവായിരിക്കും. പിന്നെ അത് കൂടാതെ വാഹനത്തിൻ്റെ മിറേഴ്സ് എല്ലാം ക്രോം പ്ലേറ്റഡ് ആയിരിക്കും. ഒരു ലക്ഷറി, ഒരു അപ്പർ ക്ലാസ് ഫീൽ കിട്ടാനായിട്ട് ക്രോം പ്ലേറ്റഡ് മിറേഴ്സാണ് വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. വാഹനത്തിൻ്റെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഒരു നല്ല വലിപ്പമുള്ളൊരു സ്കൂട്ടറിൻ്റെ ഫീലാണ് വരുന്നത്. ഇനി നമുക്ക് വാഹനത്തിൻ്റെ മീറ്റർ കൺസോളിനെ കുറിച്ചൊന്ന് സംസാരിക്കാം. വാഹനത്തിൻ്റെ മീറ്റർ കൺസോൾ വരുന്നത് ഫുള്ളി ഡിജിറ്റൽ സപ്പോർട്ടാണ്. അതുകൂടാതെ ബ്ലൂടൂത്തിൻ്റെയും സപ്പോർട്ട് നമുക്ക് ഈ വാഹനത്തിന് നൽകും. നമുക്ക് കോളും SMS നോട്ടിഫിക്കേഷൻ കാണിക്കും. എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ വാഹനത്തിന് നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റാർട്ടിംഗ് ആണ് വാഹനത്തിന് കിട്ടുന്നത്. പിന്നെ നമ്മൾ കൂടുതലായിട്ട് സംസാരിക്കുകയാണെങ്കിൽ വാഹനത്തിൻ്റെ പ്ലാറ്റ്ഫോം ഫൈബർ മെറ്റീരിയലിലാണ് വാഹനത്തിൻ്റെ പ്ലാറ്റ്ഫോം നിർമ്മിച്ചിരിക്കുന്നത്. വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് തന്നെ നമുക്ക് വാഹനത്തിന് കിട്ടുന്നുണ്ട്. ഒരു 5.5 അടിക്ക് മേളിൽ പൊക്കമുള്ള ആളിരുന്നാൽ അതിന് നല്ല സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാവുന്നതാണ്. വാഹനത്തിൻ്റെ ഇടത്തെ സൈഡിലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്രോം പ്ലേറ്റഡ് ഫസീനോ ബാഡ്ജിങ് വരുന്നുണ്ട്. അത് കൂടാതെ സീറ്റിൻ്റെ താഴത്തെ പോർഷനിലും ഒരു ലക്ഷറി ലുക്കിന് വേണ്ടിയിട്ട് ഒരു ക്രോം ഫിനിഷിങ് വരുന്നുണ്ട്. യമഹ ഫസീനോൻ്റെ സീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നീളത്തിലുള്ള, ഒരു 3 പേർക്ക് സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാവുന്ന തരത്തിലുള്ള നല്ല നീളത്തിലുള്ളൊരു സീറ്റാണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. മറ്റൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ റിയർ ഗ്രാബ് റെയിലാണ്. റിയർ ഗ്രാബ് റെയിൽ വരുന്നത് മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ്. നമുക്ക് വളരെ ആക്സസബിളാണ്. വണ്ടിയിലെ ബാക്കിൽ സെക്കൻഡ് സീറ്റിലിരിക്കുന്ന ആൾക്ക് പെട്ടെന്ന് കയ്യെത്തുന്ന രീതിയിലാണ് വരുന്നത്. പിന്നെ ഈ സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടെയിൽ ലൈറ്റാണ് യമഹ ഫസീനോ ഹൈബ്രിഡ് മോഡലിന് കമ്പനി നൽകിയിരിക്കുന്നത്. വളരെ ലോങ് ആയിട്ടും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ടെയിൽ ലൈറ്റാണ് വാഹനത്തിന് നൽകിയിരിക്കുന്നത്. പിന്നെ അത് കൂടാതെ മറ്റൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ സൈലൻസറാണ്. സൈലൻസറിൻ്റെ പ്രൊട്ടക്ഷനായിട്ട് ഓൾറെഡി ഒരു ഗാർഡ് നൽകിയിട്ടുണ്ട്. ആ ഗാർഡ് നല്ല ഹാർഡ് ഫൈബർ മെറ്റീരിയലാണ് കമ്പനി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് അത്യാവശ്യം സൈഡ് ചരിഞ്ഞാലോ മറ്റു വാഹനങ്ങൾ പറഞ്ഞാൽ തന്നെയും വലിയ രീതിയിലുള്ള സ്ക്രാച്ച് കാര്യങ്ങളൊന്നും വാഹനത്തിന് ലഭിക്കുന്നതല്ല. വാഹനത്തിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 125cc ഹൈബ്രിഡ് എഞ്ചിനാണ് വാഹനത്തിന് നൽകിയിരിക്കുന്നത്. അത് OBD2 സപ്പോർട്ടാണ്. അതായത് E20 പെട്രോൾ സപ്പോർട്ട് ചെയ്യും. അതായത് നമ്മുടെ 20% എത്തനോൾ ഫില്ലായിട്ടുള്ള പെട്രോളിലും വാഹനം ഓടുന്നതാണ്. ഇതിൻ്റെ പവർ ഔട്ട്പുട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 8.4 bhp ആണ് വാഹനത്തിൻ്റെ പവർ ഔട്ട്പുട്ട് വരുന്നത്. 10.3 Nm ആണ് ടോർക്ക് വരുന്നത്. മൈലേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 55-നും 62-നും ഇടയിലാണ് കസ്റ്റമർ ഫീഡ്ബാക്ക് മൈലേജ് കിട്ടുന്നത്. നമ്മുടെ സേഫ്റ്റിക്കായിട്ട് ബാക്ക് സൈഡും അലോയ് വീല് തന്നെ വരുന്നുണ്ട്. ബാക്ക് സൈഡ് വരുന്ന ട്യൂബ്ലെസ് ടയറിൻ്റെ സൈസ് വരുന്നത് ഏകദേശം 10 ഇഞ്ചാണ്. ഇതൊക്കെയാണ് യമഹ ഫസീനോ ഹൈബ്രിഡ് മോഡലിൽ ഏറ്റവും അട്രാക്ഷനായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്ന ഫീച്ചേഴ്സ്. ഏകദേശം ഒരു 5.5 അടിക്ക് മേളിൽ പൊക്കമുള്ള ആളാണെങ്കിൽ പോലും വളരെ സുഗമമായിട്ട് യാത്ര ചെയ്യാവുന്നതാണ്. ഏകദേശം 99 കിലോയാണ് വാഹനത്തിൻ്റെ വെയിറ്റ് വരുന്നത്. അതുകൊണ്ട് സിറ്റി ട്രാഫിക്കിലും ഹൈവേസിലെല്ലാം നമുക്ക് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് യമഹ ഹൈബ്രിഡിൻ്റെ ബ്ലൂ കോർ ഹൈബ്രിഡ് ബാഡ്ജിങ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ യമഹ ഹൈബ്രിഡ് 125cc ഫസീനോ സ്കൂട്ടറിൻ്റെ ഓൺ റോഡ് കോസ്റ്റ് വരുന്നത് ഇന്ന് ഡിസംബർ 28-ാം തീയതിയാണ്. ഇന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറയുന്നത് 1,19,000 രൂപയാണ് ഇതിൻ്റെ കോസ്റ്റ് വരുന്നത്. അത് കൂടാണ്ട് ഇപ്പോൾ ജനുവരി തൊട്ട് പ്രൈസ് ഇൻക്രീസ് ആവുമെന്നും പറയപ്പെടുന്നു. ഇനി വാഹനത്തിൻ്റെ കളേഴ്സിനെ കുറിച്ച്
സംസാരിക്കാം. ഏകദേശം 5ഓളം വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കളേഴ്സാണ് വാഹനത്തിന് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് എനിക്ക് യമഹ ഫസീനോ സ്കൂട്ടറിനെ കുറിച്ച് നിങ്ങളോട് ഷെയർ ചെയ്യാവുന്നത്. ഇപ്പോൾ വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ളതും ഡെയിലി യൂസിന് പറ്റുന്ന അത്യാവശ്യം നല്ല രീതിയിൽ മൈലേജ് കിട്ടുന്നതുമായ ഒരു സ്കൂട്ടറാണ് നിങ്ങളുടെ മനസ്സിൽ എങ്കിൽ ഒരു 1 ലക്ഷം രൂപയ്ക്കും 1,20,000 രൂപയ്ക്കിടയിൽ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ തന്നെയും ഇത് വളരെ നല്ലൊരു ചോയ്സാണ്. കാരണം നിങ്ങൾക്ക് യമഹ എന്ന ബ്രാൻഡിൻ്റെ ഒരു റിലയബിലിറ്റി, ഒരു വിശ്വാസം ലഭിക്കുന്നതും അതുപോലെ തന്നെ എല്ലാ മേജർ ടൗണുകളിലും ഈ യമഹ വാഹനങ്ങൾക്ക് സർവീസ് സെൻറ്റർ അവൈലബിൾ ആണ്. സർവീസ് കോസ്റ്റ് വരുന്നതും വളരെ ചീപ്പാണ്. നമുക്ക് ഓൾറെഡി കമ്പനി 3 വർഷം വാറണ്ടി നൽകുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി പൈസ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തായാലും പുതിയ വ്യൂവേഴ്സ് എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നേരിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.